കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോള് തൻ്റെ വീട്ടിൽ വന്ന പ്രാവിനെ ഒരു അതിഥിയോട് സംസാരിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. വീട്ടിൽ ഒരു അതിഥി വന്നാൽ എങ്ങനെ പെരുമാറണം, എന്തു പറയണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള വിവരങ്ങൾ കൂടി കവി നമ്മളെ ഈ പ്രാവിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അത് നമുക്ക് 23-ാമത്തെ ശ്ലോകം അത് നോക്കാം. ഇവനിൽ കനിയാതെ തോപ്പിലുൾപ്പുക്കവശം ചപ്പിലയിൽ ചരിക്കൊലാനീ തവ പട്ടുവിരിപ്പിൽ വെച്ചിടേണ്ടുന്നവയാം കാൽകളിൽ മുള്ളുതട്ടിയാലോ. നീ ഇവനിൽ കനിയാതെ തോപ്പിൽ ഉൾപ്പുക്ക് അവശം ചപ്പിലയിൽ ചരിക്കൊല പട്ടുവിരിപ്പിൽ വെച്ചിടേണ്ടുന്ന അവയാം തവ കാൽകളിൽ മുള്ളുതട്ടിയാലോ എന്നാണ് ഇതിൻ്റെ അന്വയം, പ്രോസ് ഓർഡർ. ഇവനിൽ എന്ന് പറഞ്ഞാൽ എന്നിൽ, ഇവിടെ കവിയിൽ കനിയാതെ, ദയ കാണിക്കാതെ. കവി അരി കൊടുക്കാന്നൊക്കെ പറഞ്ഞു, അതിലൊന്നും നോക്കാതെ പോവുകയാണല്ലോ. കരുണ കാണിക്കാതെ. തോപ്പിൽ പറഞ്ഞാൽ വളപ്പിൽ, ഉൾപ്പുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്നർത്ഥം. അവശം എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുന്നതിനായിട്ടോ ഒന്നും നോക്കാതെ കണ്ട്. ചപ്പിലയിൽ, ചപ്പായിട്ടുള്ള ഉണങ്ങി വീണ് കിടക്കണ ഇലകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ നീ ചരിക്കൊല, നീ നടക്കരുത് എന്നർത്ഥം. അതിഥിക്ക് പരിചയം കുറവാകുമല്ലോ. വീട്ടിൽ ഭാഗവും ചുറ്റുഭാഗവും ഇവർക്കറിയില്ല അവിടെ എന്തൊക്കെയാണ് അപകടങ്ങളുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് ആതിഥേയൻ്റെ ചുമതലയാണ്. എവിടെയൊക്കെ പോവാം, എവിടെ പോവണ്ട, എവിടെ പോയാലാണ് അപകടം എന്ന് ഒപ്പം നടന്ന് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ കാരണവും വ്യക്തമാക്കണം. അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്കണ്ട ഇങ്ങോട്ട് കിടക്കണ്ട എന്ന് മാത്രം പറഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം. അവിടെ ചരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് പിന്നെ പറയുന്നത്. തവ നിൻ്റെ പട്ടുവിരിപ്പിൽ വെച്ചിടേണ്ടുന്നവയാം കാൽകളിൽ. അത്രയും മനോഹരമാണ് കാല്. അപ്പോൾ ആ പട്ടുവിരിപ്പിൽ വെക്കേണ്ട കാലുകളാണ് നിനക്കുള്ളത്. നേരത്തെ പറഞ്ഞു തുണ്ടപദങ്ങൾ തൻ തുടുപ്പും എന്നൊക്കെ. അപ്പോൾ കാലുകൾ വളരെ ചുവപ്പ് നിറമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല പതുപതുപ്പുണ്ട്. അപ്പം അതിന് ശരിക്കും റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കണം. ഇത് കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് വലിയ VIP വന്നാൽ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുക. അതുപോലെ ഇത്രയും വേണ്ടതാണ്. ഇവിടെ ഈ ചപ്പിലയിൽ നടന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ മുള്ളു തട്ടിയാലോ. ഈ ചപ്പിലിങ്ങനെ കിടക്കുക വെച്ചാൽ അതിൻ്റെ അടിയിൽ എന്താണെന്നുള്ളത് കാണില്ല. അപ്പോൾ കാലുമ്പോൾ മുള്ളു തട്ടി എന്ന് പറയാം. എൻ്റെ മനോഹരമായ കാലുകളിൽ മുള്ളു തട്ടിയാൽ അത് വിഷമാവും. എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്കൊരു ചെറിയ അപകടം പറ്റി എന്ന് പറഞ്ഞാൽ അത് എനിക്കും കൂടിയും വിഷമാവും. അത് കാരണം നീ അവിടെ നടക്കരുത്. ചുരുക്കത്തിൽ എന്നെ ഗൗനിക്കാതെ കണ്ട്, എന്നോട് കരുണ കാണിക്കാതെ കണ്ട് അങ്ങ് ചപ്പിലെ കൂടെ നടന്നാൽ പരുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അതിനാൽ നീ അങ്ങനെ ചെയ്യരുത്. ഇന്നത്തെ കാലുകൾ പട്ടുവിരിപ്പിൽ വെക്കേണ്ടതാണ്. അത്ര മനോഹരവും മൃദുലവുമാണ്. അപ്പോൾ ചപ്പിലേക്ക് പോകാണ്ട് ഇങ്ങോട്ട് വരൂ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഇനി അടുത്ത ശ്ലോകം കൂടി നോക്കാം. 24-ാമത്തെ. വളരെ ചെറുരക്തരേഖ ചേരും ഗളമേതാനുമുയർത്തി എന്നെ നോക്കി പുളകപ്രദമാം മൃദുസ്വനത്തിൽ കളകണ്ഠോത്തമ
യാത്ര ചൊൽവിതോ നീ. കളകണ്ഠോത്തമ, നീ വളരെ ചെറുരക്തരേഖ ചേരും ഗളം ഏതാനും ഉയർത്തി എന്നെ നോക്കി പുളകപ്രദമായ മൃദുസ്വനത്തിൽ യാത്ര ചൊൽവിതോ എന്നാണ് ഇതിൻ്റെ അന്വയം. കളകണ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ്യക്തമധുരമായ കണ്ഠം, അതായത് സ്വനം ഉള്ളവനെ എന്ന് അർത്ഥം വരും. അപ്പോൾ കളകണ്ഠം എന്ന് പറഞ്ഞാൽ ആൺകുയില്, മാടപ്രാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പോൾ കളകണ്ഠോത്തമ, കളകണ്ഠമുള്ളവരിൽ ഉത്തമനായവനെ, നീ വളരെ ചെറുരക്തരേഖ ചേരും ഗളം, അതായത് ഇത് കഴുത്ത് പൊക്കി, ഗളം എന്ന് പറഞ്ഞാൽ കഴുത്താണല്ലോ, അത് പൊക്കി ഒന്നിങ്ങനെ നോക്കിയിട്ട് എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് കവിക്ക് തോന്നുകയാണ്. അപ്പോൾ ആ കഴുത്ത് പൊക്കിയപ്പോൾ അതിൽ നല്ല രക്തം ഒഴുകുന്ന ചില ഞരമ്പുകൾ, അതിന് തുടുപ്പുള്ള ചില ഞരമ്പിനെഴുന്ന് നിൽക്കുന്ന ഗളം പൊക്കിയിട്ട് പുളകപ്രദമായ, അതായത് പുളകം എന്ന് പറഞ്ഞെങ്കിൽ രോമാഞ്ചം, അപ്പോൾ രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മൃദുസ്വരത്തിൽ, അവ്യക്തവും മധുരവുമായിട്ടുള്ള സ്വരത്തിൽ നീ യാത്ര ചൊൽവിതോ, യാത്ര പറയുകയാണോ. അതായത് അങ്ങനെയാണല്ലോ അതിഥി വന്ന് അപ്പോൾ സൽക്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ പോകുമ്പോൾ യാത്ര പറഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഒന്നും മിണ്ടാണ്ട പോവല്ല ചെയ്യുക എന്നർത്ഥം. അപ്പോൾ യാത്ര പറയണം. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന്. ശരി, അവിടെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലല്ലോ, ശരി പൊക്കോളൂ എന്നും പറയാം. അങ്ങനെയാണല്ലോ സാധാരണ ഒരു അതിഥി ആതിഥേയനും തമ്മിലുള്ള സംസാരം അവസാനിക്കുക. അതുപോലെ ഈ പക്ഷി യാത്ര പറയുകയാണ് എന്ന് കവിക്ക് തോന്നുകയാണ് ആ ശബ്ദം കേട്ടപ്പോൾ. കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ബ്രഹ്മചാരികളാണ്, അതായത് വിദ്യാർത്ഥികളാണ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി പഠിപ്പൊക്കെ കഴിഞ്ഞാൽ ഒരു വിവാഹമൊക്കെ കഴിച്ച് അപ്പോൾ അടുത്തത് ഗൃഹസ്ഥാശ്രമം എന്നുള്ള ഇതിലേക്ക് കിടക്കേറും. അപ്പോൾ ഈ കുടുംബമായിട്ട് താമസിക്കുമ്പോൾ വിരുന്ന് പോക്കും വിരുന്ന് വരവും ഒക്കെ ആയിട്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിഥിയും ആതിഥേയനും എങ്ങനെ പെരുമാറണം, എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ അരിപ്രാവിനെ മുൻനിർത്തിക്കൊണ്ട് കവി നമുക്ക് പറഞ്ഞു തരികയാണ്. അത് നമ്മൾ അതിൽ നിന്ന് ആ പാഠം ഉൾക്കൊള്ളണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ 2 ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി ചൊല്ലാം. ഇവനിൽ കനിയാതെ തോപ്പിലുൾപ്പുക്കവശം ചപ്പിലയിൽ ചരിക്കൊലാ നീ, തവ പട്ടുവിരിപ്പിൽ വെച്ചിടേണ്ടുന്നവയാം കാൽകളിൽ മുള്ളുതട്ടിയാലോ. വളരെ ചെറുരക്തരേഖ ചേരും ഗളമേതാനുമുയർത്തി എന്നെ നോക്കി പുളകപ്രദമാം മൃദുസ്വനത്താൽ കളകണ്ഠോത്തമ യാത്ര ചൊൽവിതോ നീ. ഇപ്പോൾ ഇതുവരെ കണ്ട ഈ 24 ശ്ലോകങ്ങളും വസന്തമാലിക എന്ന വൃത്തത്തിലാണ്. ഇനി അവസാനത്തെ ശ്ലോകം 25ാമത്തെ ശ്ലോകം, അത് വേറെ വൃത്തമാണ്, ശാർദൂല വിക്രീഡിതം എന്നാണ് അതിൻ്റെ പേര്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം.